Assalamualaikum friends, welcome back to my channel Sana's Beauty Tips. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ല കറുമുറാന്നിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഫ്രൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് കഴുകി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വട്ടനെയുള്ള ഒരു ഷേപ്പാണ് ഇഷ്ടമെങ്കിൽ വട്ടനെ അരിഞ്ഞിട്ടാണ് ഇത് പൊരിക്കുക. ഞാനിപ്പോൾ ഇതേപോലെ ഒരു നമ്മുടെ കുർക്കുറയുടെയൊക്കെ ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നീളത്തിലാണ് ഇതേപോലെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്നും വേവിച്ചെടുക്കണ്ട, ഒരു ഹാഫ് വേവ് ആക്കി എടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് വെക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ച് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാടൊന്നും വെന്ത് പോകരുത് കേട്ടോ. നമുക്ക് ഒന്ന് ഒടിഞ്ഞു പോകുന്ന രീതിയിൽ മാത്രം ഒന്ന് കിട്ടിയാൽ മതി. ഒരു 50% വേവിൽ കിട്ടണം. നമുക്ക് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് എന്താ പറയുക, നമുക്ക് റൊട്ടിപ്പൊടിയിലൊക്കെ മുക്കിയെടുക്കേണ്ടതാണ്. അപ്പോൾ കുഴഞ്ഞു പോരും. അപ്പോൾ അതുകൊണ്ട് അധികം വേവിക്കാതെ ഒരു 50% വേവിൽ എടുക്കുക. പിന്നെ നമ്മൾ പൊരിക്കാൻ നേരത്ത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും വേവിച്ചെടുക്കണ്ട. അപ്പോൾ ഞാനത് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ അത് ഒന്നായി കിട്ടിക്കോളും. അപ്പോൾ നോക്കാം, നമുക്കത് വെന്തോന്ന് നോക്കാം. അപ്പം നമുക്കത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടില്ല, ചെറുതായിട്ട് വന്നിട്ടുണ്ട്. കുത്തി നോക്കാം. കുത്തുമ്പോൾ അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവില്ല. ഒരുപാട് അങ്ങോട്ട് കയറിപ്പോവുക. അത് കയറിപ്പോയി കഴിഞ്ഞാൽ എന്താ പറയുക, വെന്തെന്നാണ് അർത്ഥം. നന്നായിട്ട് വെന്തെന്നാണ് അർത്ഥം. നോക്കിയേ, അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ, ഒടിഞ്ഞ് വന്ന ഒരു ഭാഗത്തിൽ തന്നെ കിട്ടണം. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്കിത് മുക്കി പൊരിക്കാനുള്ളതാണ്. അപ്പം നമുക്ക് അതിൻ്റെ കൂട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു മുട്ടയാണ്. നമുക്കൊരു കോഴിമുട്ട മതി. ഇപ്പോൾ മുട്ടയില്ലെന്നാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ഒന്ന് സ്റ്റിക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ മൈദയാണ് എടുക്കുന്നതെങ്കിൽ മുട്ടയുടെ ആവശ്യം വരില്ല, മൈദയിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ മുട്ടയുടെ വെള്ള മാത്രമേ എടുക്കുന്നുള്ളൂ, അതിൻ്റെ മഞ്ഞ എടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അരിപ്പൊടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മൈദയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ട് വെള്ളത്തിൽ ഒന്ന് ഇതാക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. നമുക്കിത് ഇത്തിരി സ്വീറ്റി ആയിട്ടായിരിക്കും കിട്ടുന്നത്. പിന്നെ വേണ്ട ആവശ്യത്തിന് മുളക് പൊടി. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവിലെടുക്കാം. കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി വേണ്ടത് നല്ല ജീരകം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളിപ്പോൾ ചേർത്ത പൊടികളെല്ലാം കൂടി ആ മുട്ടയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചതാണ്. നന്നായിട്ട് തന്നെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. നമുക്ക് മുക്കി പൊരിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് നോക്കുക മതിയോന്ന്. വേണമെന്നാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിലാക്കി എടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഈ ക്യാരറ്റ് നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് എല്ലായിടത്തും നമ്മുടെ ആ ഒരു മസാല കൂട്ട് പിടിക്കുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്യാരറ്റെല്ലാം ഇതിൽ നന്നായിട്ട് വിട്ട് തന്നെ കിടക്കണം. എല്ലാം കൂടി ഒരുമിച്ച് കൂടി കിടക്കരുത്. ഓരോന്നും നന്നായിട്ട് വിട്ട് തന്നെ കിടക്കണം. നമുക്കിത് റൊട്ടിപ്പൊടിയിൽ നന്നായിട്ട് മുക്കിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഓരോന്നായിട്ട് തന്നെ വിട്ട് എടുക്കുക. ഇനി നമുക്കിത് നമ്മുടെ റൊട്ടിപ്പൊടിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നമുക്ക് വേണ്ട റൊട്ടിപ്പൊടി നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇത് റസ്ക് പൊടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇതേപോലെ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് ക്രംസ് പിടിക്കുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും കുറച്ചിച്ചേ ഇടാം കേട്ടോ, ബാച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ റൊട്ടിപ്പൊടിയും ചീത്തായിപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും അത് പിടിക്കുകയില്ല. അപ്പോൾ കുറച്ചിച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ പൊരിക്കുമ്പോഴും കുറച്ചിച്ച് പൊരിച്ചെടുത്താൽ മതി, എല്ലാം കൂടി ഒരുമിച്ചിട്ട് പൊരിച്ചെടുക്കരുത്. അപ്പോൾ ചില സൈഡ് വേഗം, ചിലത് വേഗില്ല, അങ്ങനെ ആയി പോവും. അപ്പോൾ അല്പാൽപ്പമായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബാച്ച് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇതേപോലെ ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ, എല്ലാം കൂടി ഒരുമിച്ചിടരുത്, ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നവരെ നന്നായിട്ട് തന്നെ എല്ലാ സൈഡും മൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക, അതുപോലെ ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ക്യാരറ്റ്. അപ്പോൾ കഴിക്കാനാണെങ്കിൽ നല്ല രസമാണ്. നമുക്ക് സോസൊക്കെ ഉണ്ടെങ്കിൽ, ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അതുപോലെ ആ ഇഞ്ചിയുടെയും ജീരകത്തിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിൽ. ഇത് ആദ്യം നമ്മൾ ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് നമുക്ക് ബ്രൗൺ കളർ ആവുന്ന വരെ മൊരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരുപാട് കൂട്ടിയിട്ടിട്ട് ഇടരുത്, പെട്ടെന്ന് തന്നെ നമ്മുടെ ആ റൊട്ടിപ്പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് രണ്ട് സൈഡ് നന്നായിട്ട് മൊരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് നല്ല ബ്രൗൺ കളറായി വരുന്നവരെ മൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാച്ച് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റെസിപ്പി. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ക്യാരറ്റൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. സോസിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല രസമാണിത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.